എല്ലാവർക്കും ഐസക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എക്കണോമിക്സിൻ്റെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ടുള്ള ഒരു വഴികാട്ടിയായിട്ടാണ് ഐസക് എന്ന ചാനലിലൂടെ ക്ലാസ്സുകൾ നൽകുന്നത്. നിങ്ങൾക്ക് സിലബസ് ഓറിയൻറ്റഡ് ടോപ്പിക്കുകളിൽ കൂടാതെ എക്സാമിനേഷൻസിന് ആവശ്യമായ ജനറൽ പേപ്പർ ഡിസ്കഷനും കൂടാതെ പ്രീവിയസ് ഇയർ ബേസ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും ഈ ചാനലിലൂടെ നൽകുന്നുണ്ട്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്കണോമിക്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന് ബേസ് ചെയ്തിട്ടുള്ള ചില ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഈസ് പ്രോസസ്. എക്കണോമിക് ഡെവലപ്മെൻറ്റ് പ്രോസസ് ഈസ് കൺസേൺഡ് വിത്ത് a rise in per capita income. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ വളരെ താമസിക്കാതെ, ചില ടെക്നിക്കൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് അധികം താമസിക്കാതെ നമ്മൾക്ക് നിങ്ങളുടെ സൗകര്യപ്രദമായ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ഇത്തരം ക്ലാസ്സുകളുമായി സഹകരിക്കുക. കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്രദമാവുന്ന രീതിയിലുള്ള ക്ലാസ്സുകളുമാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എക്കണോമിക് ഡെവലപ്മെൻറ്റ് പ്രോസസ് ഈസ് കൺസേൺഡ് വിത്ത് എ റൈസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം. വിച്ച് കമ്മിറ്റി റെക്കമെൻഡഡ് ടാക്സ് ഓൺ അഗ്രികൾച്ചറൽ ഹോൾഡിംഗ് ഇൻ ഇന്ത്യ? രാജ് കമ്മിറ്റി. ഇതൊക്കെ മാച്ച് ദ ഫോളോയിങ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പല കമ്മിറ്റികളുടെയും പേര് ചോദിച്ച് ഓപ്ഷൻ ബിയിൽ അവർ ഏത് സ്റ്റഡി നടത്തിയ ഫീൽഡും ചോദിക്കാവുന്നതാണ്. അപ്പോൾ രാജ് കമ്മിറ്റിയുടെയാണ് ടാക്സ് ഓൺ അഗ്രികൾച്ചറൽ ഹോൾഡിംഗ് ഇൻ ഇന്ത്യ. ദെൻ ഹെഡ്ജിങ് റെഫേഴ്സ് ടു കവറിംഗ് ഓഫ് ദ ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക്. നെക്സ്റ്റ് വൺ, ലാഫർ കർവ് മെഷേഴ്സ്. ആർതർ ലാഫറിൻ്റെ ലാഫർ കർവ് മെഷേഴ്സ് relation between tax rate and tax revenue. അതായത് ഒരു പർട്ടിക്കുലർ റവന്യൂ ടാക്സ് റേറ്റ് കൂട്ടുവാണെങ്കിൽ ടാക്സ് റവന്യൂ കുറയുമെന്നാണ് ലാഫർ കർവിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഏത് ക്ലാസ് ഓഫ് എക്കണോമിക്സിലാണ്? സപ്ലൈ സൈഡ് എക്കണോമിക്സിലാണ് ലാഫർ കർവ് ഡിസ്കസ് ചെയ്യുന്നത്. കൂടാതെ പബ്ലിക് എക്കണോമിക്സിലും പറയുന്നുണ്ട്, ഒരു പർട്ടിക്കുലർ റേറ്റിൽ ടാക്സ് കൂടുകയാണെങ്കിൽ ടാക്സ് റവന്യൂ ബിക്കം ഡിക്രീസസ്. Then Freedom as Development book is written by Amartya Sen. Freedom as Development, അതാണ് ഓതേഴ്സിൻ്റെ വർക്കുകളും ബുക്കുകളെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം എന്ന് പറയുന്നത്. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആട്ടോ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതെല്ലാം. അപ്പോൾ Freedom as Development is the book written by Amartya Sen. If the price consumption curve of a commodity is bending backwards, then the commodity must be inferior commodity. If the price consumption curve of the commodity is tended to backward, bending to backward, it is inferior commodity. The concept of immiscersing growth related to Jagadish Bhagavati. Keynesian income theory of distribution, Calder. Keynesian income theory of distribution ആരുടെയാണ്? Calder. Modern theory of income determination, Keynes. Modern theory of income determination ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? J.M. Keynes. Rejecting null hypothesis or H0 when it is true, it is type 1 error. Rejecting null hypothesis when it is true, it is type 1 error. Population is homogeneous is in the case of simple random sampling. Population is homogeneous in the case of simple random sampling. Mean is equal to degree of freedom. Chi-square distribution la mean is equal to degree of freedom. Chi-square distribution la mean is greater than mode, it is skewed distribution. Mean is greater than mode ആണെങ്കിൽ it is skewed distribution ആയിരിക്കും. Behavioral theory of firm related to Sayert and March. ന്യൂ ക്ലാസിക്കൽ ഇക്കണോമിക്സിലെ പ്രധാനപ്പെട്ട ഇക്കണോമിസ്റ്റാണ് റോബർട്ട് ലൂക്കാസ്. ന്യൂ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ്. അപ്പോൾ പോസ്റ്റ് കെയ്നീഷ്യൻ ഇക്കണോമിക്സിൽ പ്രധാനപ്പെട്ട ആളാണ് ഗ്രിഗറി മാൻക്യൂ.
മാൻക്യൂ. അപ്പോൾ നമ്മൾ ക്ലാസ് ഓഫ് എക്കണോമിസ്റ്റുകളെല്ലാം നമ്മൾ വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതുമായ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി അനലൈസ് ചെയ്യാം. ദ വാല്യൂ around which items of distribution are heavily concentrated in mode. The value around ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസേഴ്സിന് കൂടുതൽ ആയിട്ട് പ്രയോജനപ്പെടുന്ന ക്ലാസ്സുകളായിരിക്കും. കാരണം അവർക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കൂടുതലായിട്ടും ചോദിക്കുന്നത്. The value around which the items of the distribution are heavily concentrated is mode. Then next one, sum of the deviations about mean. Sum of the deviations about mean is 0. ശ്രദ്ധിച്ച് കേൾക്കണം. Sum of the deviations about mean is 0. Next one, sum of the absolute deviations about median. Sum of the absolute deviations about the median is minimum. Sum of the absolute deviations about the median is minimum. Next one, sum of the squares of variations about mean is minimum. Sum of the squares of variations about the mean is minimum. Next one, histogram is useful to determine median. Histogram is useful to determine median. Partition values can be determined with the help of ogive. Partition values can be determined with the help of ogive. Next one, which is the best measure of dispersion? Which is the best measure of dispersion? Standard deviation. Which is the best measure of dispersion? Is standard deviation. Next one, coefficient of variation find out by. Coefficient of variation find out by SD divided by mean into 100. SD divided by mean into 100. ഒരു പക്ഷേ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ മീനിൻ്റെയോ അല്ലെങ്കിൽ കോയിഫിഷ്യൻ്റോ വേരിയേഷൻ്റെ വാല്യൂ തന്നിട്ട് ഇതിലേതെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് തീർച്ചയായിട്ടും എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ കോയിഫിഷ്യൻ്റ് വേരിയേഷൻ ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100. ദെൻ നെക്സ്റ്റ് വൺ, മീൻ ഡീവിയേഷൻ ഈസ് മിനിമം when deviations are taken from mean. Deviation is minimum when deviations are taken from median. When deviations are taken from median. Then when 5 is subtracted from all the observations. When 5 is subtracted from all the observations, then SD is not affected. XD not affected. എല്ലാത്തിൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ SD is not affected. Next one, for a normal distribution QD and SD is equal to 2/3. QD is equal to SD is equal to 2/3. Next one, for a moderately asymmetrical distribution. For a moderately asymmetrical distribution. Question ശ്രദ്ധിച്ച് കേൾക്കണം. For a moderately asymmetrical distribution, mode is equal to 3 median minus 2 mean. As moderately asymmetrical distribution la mode is equal to 3 median minus 2 mean. നമ്മൾ മീഡിയൻ്റെയും മീനിൻ്റെയും വാല്യൂ തന്നിട്ട് മോഡ് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കുകയാണെങ്കിൽ 3 median minus 2 mean. Next one, which measure ensure highest degree of reliability? Which measure ensure highest degree of reliability? It is standard deviation. It is standard deviation ആണ് highest degree of reliability എന്ന് പറയുന്നത്. Then if the mean is 10 and coefficient of variation is 40, then variance is 4. അതായത് none of these, അതായത് none of അത് നിങ്ങൾ പ്രോബ്ലം ചെയ്ത് നോക്കേണ്ടതാണ്. നിങ്ങൾക്കൊരു പ്രോബ്ലം തരികയാണ്. ഇഫ് മീൻ ഈസ് 10, എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ്റെ വാല്യൂ ആണ് ഇവിടെ തന്നേക്കുന്നത് 40. ദെൻ വേരിയൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. വേരിയൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക. നെക്സ്റ്റ് വൺ, വിച്ച് മെഷർ ഡിസ്പെർഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഇൻ ദ കേസ് ഓഫ് ഓപ്പൺ ആൻഡ് ക്ലാസ് ഇൻ്റർവെൽസ്. Which measure of dispersion is calculated for open-ended classes? That is mean deviation.
നിങ്ങൾ ഡിസ്പെർഷൻ എല്ലാം മീൻ, മീഡിയൻ, മോഡ്, റേഞ്ച്, ക്വാർട്ടൽ ഡീവിയേഷൻസ്, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മെറിറ്റ്സും ഡിമെറിറ്റ്സും എല്ലാം കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. അപ്പോൾ ഓപ്പൺ എൻഡഡ് ക്ലാസ്സസിൻ്റെ ഡീവിയേഷൻസ് കൂട്ടുന്നത് മീൻ ഡീവിയേഷൻസ് ഉപയോഗിച്ചിട്ടാണ്. Then next one, if each value is multiplied by 10, the coefficient of variation will be increased by 0%. If each value is multiplied by 10, the coefficient of variation will be increased by 0%. For a negatively skewed distribution, mean is less than mode. For a positively skewed distribution, mean is greater than median is greater than mode. For a positively skewed distribution, mean is greater than median is greater than mode. Next one, relationship between variance and standard deviation. Variance is the square of standard deviation. ഇന്ന് ഡിസ്കസ് ചെയ്ത എക്കണോമിക്സിലെ എല്ലാ ക്വസ്റ്റ്യൻസും നെറ്റ് എക്സാമിനേഷൻസിനും സെറ്റ് എക്സാമിനേഷൻസിനും കൂടാതെ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറിനും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് തന്നെ പഠിക്കണം. ഈ ഓരോ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൽ നിന്നും നിങ്ങൾ തിയറി അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ സിലബസ് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും ആ ആൻസറിനെ ബേസ് ചെയ്തിട്ട് പഠിക്കുക, അതിനുശേഷം മറ്റു ഓപ്ഷൻസിനെയും ബേസ് ചെയ്തിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ പോലും അറിയാണ്ട് എൻ്റെ സിലബസും നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. എല്ലാവരും നിങ്ങൾ എക്സാമിനേഷൻസിന് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് പഠിക്കുക. ലിസ്റ്റിൽ കയറണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കുകയാണ്. നമുക്ക് ലിമിറ്റഡ് ടൈമാണ് എല്ലാവർക്കും ഉള്ളതോ, ആ ലിമിറ്റഡ് ടൈം യൂസ്ഫുള്ളാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ തീർച്ചയായിട്ടും വിജയിക്കാൻ കഴിയും. എല്ലാവരും ശുഭപ്രതീക്ഷയോട് കൂടി ഇരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.